ഹായ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പ്രോഗ്രാമിംഗ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗിവൺ എ ടെക്സ്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഫ്യൂ വേർഡ്സ് വരുന്ന ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ എല്ലാ വേർഡ്സിനെയും ഫസ്റ്റ് ലെറ്റർ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം. ഇപ്പോൾ നമുക്കുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഹായ് ഹൗ ആർ യു എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു രീതിയിൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഇതിൽ എല്ലാ വേർഡ്സിൻ്റെയും ആദ്യത്തെ ലെറ്റർ വീതം ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ള ആണ് നമ്മുടെ റിക്വയർമെൻറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും. ഹായ്, അതിൽ സെക്കൻഡ് വേർഡിലെ ഫസ്റ്റ് ലെറ്റർ എച്ച് ക്യാപിറ്റൽ ആൻഡ് ഹൗ ആർ യു, ഈ രീതിയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്. സോ ഇതിൻ്റെ ഒരു ലോജിക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഓരോ വേർഡ്സായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, സോ ഓരോരോ വേർഡ്സായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതൊരു വേരിയബിളിൽ സ്റ്റോർഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ആദ്യം ഹായ് സ്റ്റോർഡ് ആയിരിക്കും, പിന്നെ അടുത്ത ഇറ്ററേഷനിൽ ഹൗ സ്റ്റോർഡ് ആയിരിക്കും. അങ്ങനെയായിരിക്കും അതിൻ്റെ പോകുന്നത്. മാറി മാറി ഓരോ വേർഡ്സായിട്ട് മാറി മാറി വരും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെറ്റർ നമുക്ക് ക്യാപിറ്റൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഏത് വേർഡോ ആയിക്കോട്ടെ അതിൻ്റെ ആദ്യത്തെ ലെറ്ററും റിമൈനിങ് ലെറ്റേഴ്സും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതായത് ഇപ്പം ഹായ് എന്ന് പറയുന്ന കേസിലാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ വരുന്നത് എച്ച് എന്ന് പറയുന്ന ലെറ്ററും റിമൈനിങ് വരുന്നത് ഐ എന്ന് പറയുന്ന ലെറ്ററുമാണ്. അപ്പോൾ ഇത് 0th ഇൻഡെക്സിലായിരിക്കും ഫസ്റ്റ് ലെറ്റർ വരിക. ബാക്കി ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് വരുന്ന 1 തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള ഇൻഡെക്സിലായിരിക്കും വരുന്നത്. ഇപ്പം ഹൗ എന്ന് പറയുന്ന എക്സാമ്പിൾ ആണെങ്കിൽ ഈ വേർഡ് വരുമ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കും വരുന്നത്. 0th ഇൻഡെക്സിൽ എച്ച്, ഫസ്റ്റിൽ ഒ, ദെൻ 2-ൽ W, ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഓരോ വേർഡ്സിൻ്റെയും ലെങ്ത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും വരാം. അതായത് ആദ്യത്തെ ലെറ്റർ എന്തായാലും 0th ഇൻഡെക്സിൽ വരും, പിന്നീടുള്ളത് എത്ര വേണമെങ്കിലും വരാം. അപ്പോൾ നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആക്ച്വലി x0 എന്ന് പറഞ്ഞ് ഇൻഡെക്സ് ചെയ്താൽ ആദ്യത്തെ ലെറ്റർ കിട്ടും. റിമൈനിങ് ലെറ്റേഴ്സ് നമുക്ക് സ്ലൈസിങ് ഓപ്പറേഷൻ ആയിട്ടുള്ള എക്സ് ഓഫ് ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് റിമൈനിങ് എത്ര വരെയുണ്ടോ ടുവേഴ്സ് ദ എൻഡ്. അപ്പോൾ നമുക്ക് എൻഡ് എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിട്ട് കൊടുത്താൽ ബാക്കിയെല്ലാം അതാണ് ഓപ്ഷൻസും കിട്ടും. അതായത് ബാക്കിയെല്ലാ ലെറ്റേഴ്സും കിട്ടും. അതിപ്പോൾ 2 ക്യാരക്ടർ ആവട്ടെ, 3 ക്യാരക്ടർ ആവട്ടെ, അല്ലെങ്കിൽ എത്ര ക്യാരക്ടർ ഉണ്ടോ അതെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സ്പ്ലിറ്റ് ഓപ്പറേഷൻ ചെയ്യണം. ഗിവൺ സെൻറ്റൻസിൽ നിന്ന് നമ്മളതിനെ സ്പ്ലിറ്റ് ആക്കുന്നു. ബേസ്ഡ് ഓൺ സ്പേസ് വെച്ചിട്ടായിരിക്കണം സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൽ ക്യാപിറ്റൽ ലെറ്ററും റിമൈനിങ് പാർട്ടും, അതായത് ഫസ്റ്റ് ലെറ്ററും റിമൈനിങ് പാർട്ടും വരുന്ന സെപ്പറേഷൻ നമുക്ക് വേണം. സോ പൊസിഷൻ വൈസുള്ള സെപ്പറേഷൻ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗിവൺ പൊസിഷനിലുള്ളതിനെ അപ്പർ കേസ് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡോട്ട് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ലെറ്റർ കൺവേർട്ട് ചെയ്തു, അതിനുശേഷം അതിനെ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ അത് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് സിംപിളി പ്ലസ് ഓപ്പറേഷൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഈ സെയിം എക്സ് ഓഫ് 1:2 എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇപ്പോൾ ഹൗ എന്ന് പറയുന്ന എക്സാമ്പിളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 0th ഇൻഡെക്സിൽ വരുന്നത് മാത്രമായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നു. അതിനെ ഡോട്ട് അപ്പർ വിളിക്കുമ്പോൾ നമുക്ക് എച്ച് കിട്ടുന്നു. അതിനുശേഷം അതിൻ്റെ കൂടെ OW വന്നു കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് HOW എന്ന് പറയുന്ന അപ്പർ കേസിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഇത് ഓരോ വേർഡ്സിനും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഈ ടെക്സ്റ്റ് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുവാണ്. സ്ട്രിങ് വേരിയബിളാണ്. ഹൗ ആർ യു. ഓക്കെ, ഹായ് ഹൗ ആർ യു. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം ഡോട്ട് സ്പ്ലിറ്റ് ഫംഗ്ഷൻ വിളിച്ച് ഓൺ വാട്ട് ബേസിസ്, എന്തിൻ്റെ ബേസിസിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, സ്പേസിൻ്റെ ബേസിസിലാണ്. സോ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ആ ലിസ്റ്റ് ഓഫ് വേർഡ്സ് കിട്ടും. ഇനി ഒരു ഫോർ ലൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വേർഡ്സായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാം. സോ ഫോർ വേർഡ് ഇൻ ഈ ഫുൾ പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ
ഐട്രേഷനിലും വേർഡിൻ്റെ അകത്ത് ഹായ് വരും, പിന്നെ ഹൗ വരും, അങ്ങനെ മാറി മാറി വരും. പ്രിൻറ്റ് വേർഡ് ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ വേർഡ്സായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. സോ നമുക്കത് മാത്രം പോരാ, നമുക്ക് അതിൽ 0th ക്യാരക്ടറിൽ വരുന്നതിനെ അപ്പറാക്കണം, അതിൻ്റെ കൂടെ റിമൈനിങ് ക്യാരക്ടേഴ്സ് അപ്പൻഡ് ചെയ്ത് തിരിച്ച് തരണം. സോ ഇവിടെ ഡോട്ട് അപ്പർ ഫംഗ്ഷനെ കൂടെ വിളിച്ച ശേഷം ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓരോന്നും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാക്കി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു എംപ്റ്റി സ്ട്രിങ്ങിലോട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അതായത് അപ്പൻഡ് ചെയ്ത് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എംപ്റ്റി സ്ട്രിങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോന്നും നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊണ്ടുവരാം. സോ റിസൾട്ട് ഈക്വൽസ് റിസൾട്ട് പ്ലസ് ഈ ഒരു പാർട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് നമ്മുടെ ആവശ്യപ്പെട്ട നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂസ് ഉണ്ടാവണം. പക്ഷേ ഇവിടെ ഇപ്പം ഒരു പ്രശ്നം പറ്റിയത് നമ്മൾ സ്പേസ് കൊടുത്തിട്ടില്ല. സോ റിസൾട്ടിലോട്ട് അപ്പൻഡ് ചെയ്യുമ്പോൾ ഓരോരോ വേർഡ്സ് സ്പേസ് വെച്ച് ചെയ്യണം. അപ്പോൾ സ്പേസ് വെച്ച് അപ്പൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു എളുപ്പ വഴിയുണ്ട്. ഫോർ ലൂപ്പ് യൂസ് ചെയ്യാതെ നമുക്ക് സിംപിളി ജോയിൻ ഓപ്പറേഷൻ യൂസ് ചെയ്യാം. സോ അത് വെച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്താൽ, അതായത് ടെക്സ്റ്റ് ഡോട്ട് സ്പ്ലിറ്റിൽ നമുക്കറിയാം ഓൾറെഡി നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നതെന്നറിയാം. സോ ഇതിനെ നമുക്കൊരു ലിസ്റ്റ് കോംപ്രിഹെൻഷനിലോട്ട് ആഡ് ചെയ്യാം. അതായത് എക്സ് ഫോർ എക്സ് ഇൻ കൊടുക്കുക. ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? നേരത്തെ കൊടുത്ത ആ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് തന്നെ കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാക്കണം. സോ അതിന് വേണ്ടിയിട്ട് എക്സ് ഓഫ് 0 ഡോട്ട് അപ്പർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലായിട്ടുള്ളതെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് റിമൈനിങ് പാർട്ട് കൂടെ വേണം. സോ 1:2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ റിമൈനിങ് പാർട്ട് കൂടെ വരും. സോ ഇതിലിപ്പം എല്ലാ ലെറ്റേഴ്സിൻ്റെയും എല്ലാ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേർഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. എ എന്ന് പറയുന്നൊരു വേരിയബിൾ ഞാൻ സ്റ്റോർ ചെയ്യുവാണ്. സോ ഇങ്ങനെ സ്റ്റോർ ചെയ്ത ശേഷം ഇനി എ പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ വാല്യൂസ് കാണാൻ സാധിക്കും. ഇനി ഇതിനെ സ്പേസ് വെച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സിംപിളി സ്പേസ് ജോയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ജോയിൻ എ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വേർഡ്സ് കിട്ടും. സോ ഇവിടെ ഇപ്പം എല്ലാ ലൈനും നമുക്ക് വേണമെങ്കിൽ ഒറ്റ ലൈനിൽ കമ്പൈൻ ചെയ്യാം. സോ അത് ചെയ്യാനായിട്ട് ഇവിടെ ജോയിൻ ഫംഗ്ഷൻ ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാം. ഈ ഫുൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ജോയിൻ ഫംഗ്ഷൻ്റെ പാർട്ടായിട്ട് ചെയ്യാം. സോ എയിലോട്ട് അസൈൻ ചെയ്യുന്നതിന് പകരം സ്പേസ് വെച്ച് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഔട്ട്പുട്ട് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സാമ്പിൾ മെസ്സേജ് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ഇതിനെ ഒന്ന് ലൈൻ ബ്രേക്ക് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്കത് വലിയൊരു ഫോണ്ടിൽ ഒറ്റ ലൈനിൽ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻപുട്ട് സെൻറ്റൻസിൻ്റെ എല്ലാ വേർഡ്സിൻ്റെയും ആദ്യത്തെ ലെറ്റർ അപ്പർ കേസാക്കി റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും.